ഭരണചരിത്രത്തിൽ കഴിഞ്ഞ 25 വർഷത്തെ അധ്യായമാണ് LDFന് പറയാനുള്ളത്. ഈ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെ കാലമായുള്ള ഭരണത്തിൻ്റെ നേട്ടങ്ങളും അതുപോലെ തന്നെ വീഴ്ചകളും ഓഡിറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ അത്തരമൊരു നിർണായക ഗുരുവായൂരിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 25 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങളും ഭരണാനുഭവങ്ങളും അതുപോലെ തന്നെ ഈ പുതിയ തെരഞ്ഞെടുപ്പിലെ നിലപാടും GCയോട് പങ്കുവെക്കുന്നത് LDFന്റെ ഇലക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനറായ C. സുമേഷാണ്. നമസ്കാരം. ഇത്രയും കാലഘട്ടം അല്ലെങ്കിൽ 25 വർഷം എന്ന് പറയുന്ന ഒരു ചെറിയ കാലയളവല്ല. ഇടതുപക്ഷത്തിന് ഗുരുവായൂരിന് നൽകാൻ പറ്റിയെന്ന് കരുതുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു നേട്ടമായി കാണുന്നത് എന്തായിരിക്കും? ഗുരുവായൂരിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള എല്ലാ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രധാനപ്പെട്ട എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തീകരിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ലോകത്തിനാകെ മാതൃകയായിട്ടുള്ള മാലിന്യ സംസ്കരണമാണ്. ഗുരുവായൂരിലെ ടൺ കണക്കിന് മാലിന്യം, അത് ഗുരുവായൂരിലെ ജനതയുടെ മാത്രമല്ല, 3.5 കോടി ആളുകൾ ഗുരുവായൂരിൽ ഒരു വർഷം വന്നു പോകുന്നുണ്ട്. അവരുടെ എല്ലാം ഉണ്ടാക്കുന്ന ഖരമാലിന്യങ്ങളാകെ ഇവിടെ കുമിഞ്ഞുകൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് മുഴുവൻ ഇല്ലാതാക്കി ഇപ്പോൾ കൃത്യമായി അത് സംസ്കരിക്കാൻ കഴിയുന്ന ഒരു സംസ്കരണ സംവിധാനം ഗുരുവായൂരിൽ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ന് രാജ്യം മുഴുവൻ അത് ചർച്ച ചെയ്യുകയാണ്. ഗുരുവായൂരിൻ്റെ മാതൃക, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗുരുവായൂരിൻ്റെ മാതൃക പഠിക്കാൻ വേണ്ടി ആളുകൾ ഇവിടെ എത്തുകയാണ്. അത് അഭിമാനകരമായ നേട്ടമാണ്. മറ്റൊന്ന് അഴുക്കുചാൽ പദ്ധതിയാണ്. അതൊരിക്കലും പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന് കരുതിയതാണ്. കാരണം അതിൻ്റെ പ്ലാന്റ് പണിതത് VS അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. ഏറ്റവും ശാസ്ത്രീയമായ പ്ലാന്റാണ് നിർമ്മിച്ചത്. പിന്നീട് ആ ഗവൺമെൻറ് പോയി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നതോടുകൂടി അതിൻ്റെ പൈപ്പിംഗ് ആകെ പ്രശ്നങ്ങളായി. 18 കോടി രൂപയിലധികം ചെലവഴിച്ച് കോൺട്രാക്റ്റിൽ പറയുന്ന ഒരു കാര്യം ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ദ്രവമാലിന്യങ്ങൾ അവിടെ എത്തിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. പിന്നീട് പിണറായി ഗവൺമെൻറ് വന്നു, നഗരസഭയുടെയും MLAയുടെയും ഒക്കെ പ്രത്യേകമായ ഇടപെടൽ വന്നു വലിയ റിസ്ക് എടുത്തിട്ടാണ് കൂടുതൽ പണം ചെലവഴിച്ച് പദ്ധതി ശാസ്ത്രീയമായി അത് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും നേട്ടമാണ്. പൂർണ്ണാർത്ഥത്തിലായി എന്നല്ല, ഇനി അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആധുനികവൽക്കരണം, നവീകരണം ആവശ്യമാണ്. കാരണം ആവശ്യകത കൂടുകയാണ്. മറ്റൊന്ന് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം. ഏതാണ്ട് 15 MLD വെള്ളം ഉണ്ടെങ്കിൽ ഗുരുവായൂരിലെ എല്ലാ കുടിവെള്ള പ്രശ്നവും പരിഹരിക്കും എന്നുള്ളതാണ്. 26 MLD വെള്ളം കൊണ്ടുവരാൻ പറ്റുന്ന സംവിധാനം ഇന്ന് ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ സംഭരണ സംവിധാനങ്ങൾ കൂടി ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം മാത്രമല്ല, ഇപ്പോൾ ലോഡ്ജുകളിലായാലും മറ്റു കമേഴ്ഷ്യൽ സ്ഥാപനങ്ങളിലായാലും ഇന്ന് അവരൊക്കെ ഉപയോഗിക്കുന്നത് വലിയ രീതിയിൽ പർച്ചേസ് ചെയ്ത് വെള്ളം പ്രൈവറ്റ് മേഖലയിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണ്. അത് ഒഴിവാക്കാൻ പറ്റും. ഇവർക്കൊക്കെ വെള്ളം കൊടുക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഗുരുവായൂരിൽ ഉണ്ടാവുകയാണ്. എന്ന് പറഞ്ഞാൽ കരുവന്നൂർ പുഴയിൽ വെള്ളം ഒഴുകുന്നുണ്ടെങ്കിൽ ഗുരുവായൂരിൽ ഒരിക്കലും കുടിവെള്ളം മുടങ്ങില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. മറ്റൊന്ന് 1456 പേർക്ക് വീട് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ആരോഗ്യ മേഖലയിൽ ഇടപെടലിന് അവാർഡ് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. 11 അവാർഡാണ് ഗുരുവായൂർ നഗരസഭയ്ക്ക് ഈ വർഷം മാത്രം, ഈ ഒരു കാലയളവിൽ മാത്രം ലഭിച്ചത്. സെൻട്രൽ ഗവൺമെൻറ് അവാർഡുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് അവാർഡുണ്ട്. ആ അവാർഡുകളൊക്കെ നേടിയത് ഈ എല്ലാ മേഖലയിലും സമസ്ത മണ്ഡലങ്ങളിലും ജനങ്ങളുടെ ക്ഷേമവും അതുപോലെ തന്നെ ഈ നാടിൻ്റെ വികസനവും സാധ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാലങ്ങളായിട്ടുണ്ടായിരുന്ന ഗുരുവായൂരിൻ്റെ റെയിൽവേ മേൽപ്പാലം എത്ര വർഷങ്ങളായി എന്നുള്ളതാണ്. അത് കിഫ്ബിയിൽ പണം വകയിരുത്തി സംസ്ഥാന സർക്കാർ തന്നെ അത് പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അത് മുടക്കാൻ വേണ്ടി ഇവിടുത്തെ ലീഗും കോൺഗ്രസും ഒരു ഭാഗത്ത് BJPയും ഒക്കെ പരിശ്രമിച്ചിരുന്നു. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യം വന്നപ്പോൾ കോടതിയിൽ പോയി. കേരളത്തിൽ അന്ന് തറക്കല്ലിട്ട 11 പാലങ്ങളിൽ ഏറ്റവും ആദ്യം ഉദ്ഘാടനം ചെയ്തത് ഗുരുവായൂരിലെ മേൽപ്പാലമാണ്. അതും അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. ഇങ്ങനെ ജനങ്ങളുടെ എല്ലാ അടിസ്ഥാന പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ പ്രകാശ നഗരം, നല്ല മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യങ്ങൾ, ഫുട്പാത്തുകൾ, കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായിട്ടുള്ള ഗ്രൗണ്ട്, 3 ഗ്രൗണ്ടാണ്. അത് FIFA അംഗീകാരമുള്ള ഒരു ഗ്രൗണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. കേരളത്തിൽ എവിടെയും ഫിഫയുടെ അംഗീകാരമുള്ള ഗ്രൗണ്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തൃശ്ശൂർ ജില്ലയിലില്ലാന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ അത് വലിയ സംഭവമാണ്. ഇനി അതിനെ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം, സോക്കർ സ്കൂൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ. അതിനൊക്കെ എതിർപ്പുകൾ വന്നു, അതിനൊക്കെ മറികടന്ന് ഇതെല്ലാം ഇവിടെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. അത് മുൻനിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് തികഞ്ഞ അഭിമാനവും ചാരിതാർത്ഥ്യമാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് BJP പലയിടത്തും ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇത്തവണ പ്രതിഫലിക്കില്ലേ, അല്ലെങ്കിൽ പ്രതിഫലിക്കുമോ, എങ്ങനെയാണ്? അത് സാധാരണ നിലയ്ക്ക് അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു സംഭവമാണ്. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം BJPക്ക് ഇവിടെ ഉണ്ടായിരുന്നത് 2 സീറ്റാണ്. ആ 2 സീറ്റ് ഈ പ്രാവശ്യം ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ അറിയാം, BJP 0 സീറ്റുള്ള ഒരു പാർട്ടിയായിട്ട് മാറും. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ BJP തോൽക്കുമെന്ന് കണ്ടപ്പോഴാണ് BJPയും കോൺഗ്രസ് കോലീബി സഖ്യം ഇവിടെ ഇപ്പോൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. കാരണം അത് പരസ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വാർഡിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ, അതിൻ്റെ വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് പരസ്യമായിട്ടുള്ള. ആദ്യമായിട്ട് BJPക്ക് ഇവിടെ ഒരു സീറ്റ് ലഭിച്ചത് 2005 തെരഞ്ഞെടുപ്പിലാണ്. അത് കേരളത്തിൽ എവിടെയും
ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ഗുരുവായൂരിലുണ്ടായിരുന്നത്. ഇവിടെ അന്ന് ഉണ്ടായിരുന്ന 22 സീറ്റുകളിൽ 20 എണ്ണത്തിൽ UDF മത്സരിക്കുമ്പോൾ 2 എണ്ണത്തിൽ BJP മത്സരിച്ച് അങ്ങനെ അലയൻസ് ആയിരുന്നു. ആ 2 സ്ഥാനാർത്ഥി, ഒന്ന് ജീന സുരേന്ദ്രനും ഒന്ന് ഇപ്പോൾ കൗൺസിലറായിട്ടുണ്ടായിരുന്ന ശോഭ ഹരിനാരായണനുമായിരുന്നു. അവർ രണ്ടുപേരും ജയിച്ചത് താമര അടയാളത്തിലല്ല, സ്വതന്ത്ര ചിഹ്നത്തിൽ UDFൻ്റെ പാനലിൽ നിന്ന് ജയിച്ചതിന് ശേഷം BJPയുടെ പതാകയായിട്ട് ജാഥ നടത്തുമ്പോൾ നമ്മളൊക്കെ കണ്ടതാണ്. BJPയെ ഇവിടെ ആദ്യം ജയിപ്പിച്ചത് കോൺഗ്രസ്സാണ്. അപ്പോൾ കോലീബിയുടെ കൂടെ ജമാഅത്തെ ഇസ്ലാമി കൂടി ചേർന്നിട്ടുള്ള ഒരു വർഗീയ എന്താ പറയുക അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത്. അതിനെതിരെയാണ് ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ആ അവിശുദ്ധ കൂട്ടുകെട്ടിനെ ഇവിടുത്തെ ഈ ഗുരുവായൂരിലെ സെക്കുലർ ആയിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും മതേതരമായിട്ടുള്ള ഒരു തീർത്ഥാടന നഗരമാണിത്. എത്രയോ ആളുകളുണ്ട് ഇവിടെ, എത്രയോ സെക്കുലറായി ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഗുരുവായൂരിലെ സമൂഹം. അവിടെയാണ് കമ്മ്യൂണൽ ഫോഴ്സിനെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് UDF ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനെതിരെ ജനം വിധി എഴുതും. അധികം ചിരപരിചിതമല്ലാത്ത മുഖങ്ങളാണ് ഇത്തവണ LDF-ൽ. മാത്രമല്ല ഒരു B ടീമിനെ ഇറക്കിയിരിക്കുകയാണെന്ന് UDF-ൻ്റെ ഒരു ആരോപണമുണ്ട്. അതേപോലെ തന്നെ BJPയുടെ ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ BJPയെ അട്ടിമറിക്കാൻ വേണ്ടി മാത്രം ചിലയിടങ്ങളിൽ കോൺഗ്രസ്സിന് വേണ്ടി അത്ര പരിചയമില്ലാത്ത, ജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികളെ LDF നിർത്തിയെന്നും പറയുന്നു. അങ്ങനെ ഈ 2 ആരോപണങ്ങൾക്കും എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? ഇതിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നിലവിലുള്ള കൗൺസിലർമാരാണ് നല്ലൊരു ഭാഗം മത്സരിക്കുന്നവർ. അതിൽ സ്ത്രീകൾക്ക് ഞങ്ങൾ പ്രത്യേക മുൻഗണന കൊടുക്കുകയാണ്. ചില ജനറൽ വാർഡുകളിൽ ഞങ്ങൾ സ്ത്രീകളെ തന്നെ നിർത്തുകയാണ്. അവർ നിലവിൽ കൗൺസിലറാണ്. അവർ സ്ത്രീ സംവരണ സീറ്റിൽ ജയിച്ച് അവിടെ നല്ല പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവണു, അവരെ തന്നെ ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കുകയാണ്. അവരുടെ പ്രവർത്തന മികവ് കൊണ്ടാണ് അവരെ മത്സരിപ്പിക്കേണ്ടി വരുന്നത്. ജനം അവരെ തന്നെ തിരഞ്ഞെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് ആ സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ നിർത്തേണ്ട സാഹചര്യം വരുന്നത്. അങ്ങനെ പലരും ഇപ്പോൾ നേരത്തെ കൗൺസിലർ ഉണ്ടായിരുന്ന പലരും ആ ആളുകൾ തന്നെയാണ് ഇപ്പോഴും മത്സരിക്കുന്നത്. അത് അവരുടെ പ്രവർത്തന മികവ് കൊണ്ടാണ്. ഒരു പുതുമുഖങ്ങൾ എല്ലാ കാലത്തും വരും. അതെല്ലാ കാൻഡിഡേറ്റും ഈ കേരളത്തിലെമ്പാടും ഉണ്ടല്ലോ. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഒരാൾക്ക് 2 ടേം മത്സരിച്ചാൽ പിന്നെ അവർക്ക് സീറ്റ് കൊടുക്കാറില്ല. പ്രത്യേകമായ വല്ല എക്സംഷനൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഘടകങ്ങളുടെ പ്രത്യേക അനുമതി വേണം. ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. എല്ലാ വിഭാഗങ്ങളും ഉണ്ട് അതിൽ, എല്ലാവരെയും ഉൾക്കൊള്ളുന്നുണ്ട്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ എന്താ പറഞ്ഞത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഏറ്റവും മികച്ചതാണെന്നാണ്. എന്ത് സ്ഥാനാർത്ഥി പട്ടികയാണ് ഇവിടെ UDF മുന്നോട്ട് വെച്ചിട്ടുള്ളത്? എന്ത് പട്ടികയാണ് BJP മുന്നോട്ട് വെച്ചിട്ടുള്ളത്? BJP 1ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയതിന് ശേഷം 2ാം പട്ടിക അവർക്ക് ഇറക്കാൻ പോലും പറ്റിയില്ല. അത് പ്രഖ്യാപനം പോലും നടത്തിയില്ല. ഞങ്ങളിതെല്ലാം വളരെ ഭംഗിയായി നിർവഹിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അതിനുവേണ്ടി പ്രത്യേക പത്രസമ്മേളനം നടത്തി ഇതെല്ലാം ഐക്യകണ്ഠേനയാണ് ചെയ്തത്. ഇപ്പോൾ ഗുരുവായൂർ നഗരസഭയിൽ ഉണ്ടാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു നെക്സ്റ്റ് ജനറേഷനിലേക്ക് അതെങ്ങനെ കൊണ്ടുപോകാം, അതിന് കഴിവും ശേഷിയും നല്ല ഭാവനാശേഷിയും ഒക്കെ ഉള്ള ആളുകളാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നത്. അതൊന്നും ആരും നിരാകരിക്കാൻ വേണ്ടി കഴിയുന്നില്ല. പൊതുപ്രവർത്തന രംഗത്ത്, കുടുംബശ്രീ രംഗത്ത്, ആരോഗ്യ രംഗത്ത് ഇവരൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ളവരാണ് പലരും. അങ്ങനെയല്ലാത്ത ഒരാളെയും നമുക്കതിൽ കാണാൻ വേണ്ടി കഴിയില്ല. ഏതെങ്കിലുമൊക്കെ സാമൂഹ്യ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയും ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുകയും, ചിലപ്പോൾ രാഷ്ട്രീയ രംഗത്തായിരിക്കണമെന്നില്ല, പല കലാരംഗത്തുള്ളവരുണ്ട്, പല രംഗത്തുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ ഈ രംഗത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ പൊതുവിൽ വയ്ക്കുമ്പോൾ എല്ലാ മേഖലയും ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹ്യം എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പട്ടിക, അത് ഗുരുവായൂർ നഗരസഭയുടെ ഭാവിയുടെ പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകുന്ന ഒരു പട്ടികയാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പ് അതെങ്ങനെയാണ് LDF-ന് നിർണായകമാണെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ എല്ലാ തെരഞ്ഞെടുപ്പും നിർണായകമാണല്ലോ. എല്ലാ തെരഞ്ഞെടുപ്പും എല്ലാവർക്കും നിർണായകമാണ്, അത് സംശയമൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പ് ജയിച്ച് ഞങ്ങൾ മുന്നോട്ട് വരുന്നു. അത് ഇപ്പോൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ മികച്ച വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 28 സീറ്റ് കിട്ടി 43. ഇത് അതിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥിതിയാണ് ഉണ്ടാവുക. 46 വാർഡിലും ജയിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. അത് ഒരുപക്ഷെ അങ്ങനെയൊന്നും മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. അത്രയും ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏത് ചെറിയ തെരഞ്ഞെടുപ്പിനെയും കാണുന്നത്. അത് ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ 25 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണ പാർട്ടിയാണ്. അപ്പോൾ ഇനി ഒരു അടുത്ത 5 വർഷം അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് കയ്യിലുണ്ടാവും, ഒരു വികസന ബ്ലൂ പ്രിന്റ്. ഗുരുവായൂരിൻ്റെ വികസനം എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇപ്പോൾ ഗുരുവായൂരിൽ ഞങ്ങൾ അതിനനുസരിച്ച് ഒരു പ്രകടന പത്രിക കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളത് പുറത്തിറക്കിയിരുന്നു. ഇപ്പോൾ എല്ലാ വീടുകളിലും അത് എത്തിച്ചിട്ടുണ്ട്. ഏറ്റവും ശാസ്ത്രീയവും ഭാവനാത്മകമായിട്ടുള്ള എന്തായിരിക്കണം ഇനിയൊരു സിറ്റി, നവലിബറൽ നയങ്ങൾ നടപ്പിലാക്കുന്ന ആസുരമായ വർത്തമാനത്തിൽ അതിനെതിരായ ഒരു ബദലാണ് കേരളം ഉയർത്തുന്നത്. സ്വാഭാവികമായിട്ടും ഒരു മധ്യ യൂറോപ്പിലെ സാധാരണ ഒരു മിഡിൽ ക്ലാസിൻ്റെ വരുമാനം കേരളീയൻ്റെ വരുമാനമാക്കുക എന്ന ലക്ഷ്യമാണ്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇന്ന് ചെയ്യുന്നത്. വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ പ്ലാൻ ചെയ്തു വന്ന ആ നിലയിലാണ്. അപ്പോൾ ഒരു നവകേരള സൃഷ്ടിയായിട്ട് കേരള സംസ്ഥാന ഗവൺമെൻറ് പോകുന്നു. വീണ്ടും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്, തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് ആ ലക്ഷ്യത്തോടു കൂടി കേരളം മുന്നോട്ട് പോകുമ്പോൾ ആ നോളേജ് എക്കണോമിയോടൊപ്പം ഇവിടെ എത്തേണ്ട ഒരു സിറ്റിയാണ് ഗുരുവായൂർ. മാത്രമല്ല ഇതൊരു തീർത്ഥാടന നഗരമാണ്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം മാത്രമല്ല, ഇന്ത്യയിലെയും ലോകത്തിലെയും പലരും ഇവിടെ വരുന്നുണ്ട്. അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ വേണം. ആ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പരിശ്രമം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ അഭിപ്രായം അത് പോരാന്നാണ്. റെയിൽവേയുടെ വികസനമുണ്ട്, ഉൾപ്പെടെ പല കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകമായ സഹായങ്ങൾ വേണം. പലപ്പോഴും അത് ലഭിക്കുന്നില്ല. അത് ചെറിയ ചെറിയ തോതിൽ ഇപ്പോൾ വരുന്നത് കേന്ദ്ര പദ്ധതികൾ എന്നുള്ള നിലയിൽ CS അല്ലെങ്കിൽ CSS എന്നുള്ള നിലയിലാണ്. സെക്ടറൽ സ്കീം, സെൻട്രൽ സ്കീം. ഇതൊന്നും ഇപ്പോൾ എല്ലാ സിറ്റികൾക്കും കൊടുക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇവിടെയും വരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ പ്രശ്നം എന്താ? നേരത്തെ സെൻട്രൽ ഗവൺമെൻറ് ചെയ്തിരുന്നത് സെൻട്രൽ സെക്ടറൽ സ്കീമായാലും അതുപോലുള്ള ഇതായാലും ഒക്കെ എന്താ വെച്ചാൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മാച്ചിങ് ഫണ്ടായിട്ടുണ്ടായിരുന്നത്. കുടിവെള്ള മേഖലയിലും നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. UDS മാറ്റ് ഉള്ളപ്പോൾ 90% സെൻട്രൽ ഗവൺമെൻറ്റുമുണ്ട്, 10% നഗരസഭയുടെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റുമുണ്ട്. ഇപ്പം അതല്ല. ഇപ്പം ചില പദ്ധതികളിൽ 50% സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഇപ്പോൾ അമൃത് പദ്ധതി ഇവിടെ നടപ്പിലാക്കിയ ചില പ്രോജക്റ്റുകൾ ഇപ്പോൾ ഒരു 20 കോടി ചിലവാക്കേണ്ടെങ്കിൽ 10 കോടി സംസ്ഥാന ഗവൺമെൻറ്റും മുനിസിപ്പാലിറ്റിയും ചിലവാക്കേണ്ട സാഹചര്യം വരികയാണ്. അതന്നെ നോംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് ആഗ്രഹിക്കുന്ന മേഖലയിൽ പോലെ ആ പണം ചിലവഴിക്കാൻ കഴിയില്ല. ഇത്ര പണം ഇന്ന മേഖലയിൽ ചിലവാക്കണം, ഇത്ര പണം അത് ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ളതായിരിക്കില്ല. ഇപ്പോൾ ഓപ്പൺ ഏരിയ ഇത്ര പൈസ വേണം പറയുമ്പോൾ, ഓപ്പൺ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇവിടെ 3 ഗ്രൗണ്ട് ഉണ്ട്, ഇനിയും ഗ്രൗണ്ട് ഉണ്ടാക്കേണ്ടി വരില്ല. ഇപ്പോൾ നമുക്ക് ഫുട്പാത്ത് മാത്രം ചെയ്യണം എന്ന് പറയും. അപ്പോൾ നമുക്കൊരു റോഡായിരിക്കും ചിലപ്പോൾ ആവശ്യം, നമുക്കൊരു ചിലപ്പോൾ വഴിവിളക്ക് ആവശ്യം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും സൗകര്യം ഭക്തർക്ക് ഉണ്ടാക്കി കൊടുക്കലായിരിക്കും ആവശ്യം. നമ്മുടെ ജനങ്ങളുടെ ആവശ്യമനുസരിച്ച് വികസന പ്രവർത്തനം നടത്താം. അത് ജനകീയ ആസൂത്രണമൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ജനങ്ങൾ അങ്ങനെ അപേക്ഷ കൊടുക്കാൻ പറ്റില്ല. ജനകീയ ആസൂത്രണം എന്താ? ജനങ്ങൾ തീരുമാനിക്കുകയാണ് വികസനം എന്താണ്. ജനങ്ങളാണ് അവിടുത്തെ ആവശ്യം നിർണ്ണയിക്കുന്നത്. അതാണ് ജനകീയ ആസൂത്രണം. അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇത് അവിടുന്ന് നോംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടാക്കുക. പൂനെ പോലുള്ള സിറ്റി, ബോംബെ അല്ലെങ്കിൽ ബാംഗ്ലൂർ, ഇങ്ങനെയുള്ള വമ്പൻ സിറ്റികളുടെ നോംസ് ആൻഡ് കണ്ടീഷൻസാണ്. ആ സിറ്റികളുടെ വരുമാനവും ഗുരുവായൂരിൻ്റെ വരുമാനവും ഒരുപോലെയല്ല. കൊക്കിന് പരന്ന പാത്രത്തിൽ പായസം വെച്ച് കൊടുത്ത പോലെയാണ്. ഈ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടും ഞങ്ങൾ ഈ പ്രശ്നങ്ങളെ വളരെ ഭംഗിയായി പരിഹരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ പ്രോജക്റ്റുകൾ ഏറ്റവും നന്നായി നടപ്പിലാക്കിയതിന് അതിന് അവാർഡ് കിട്ടിയത് ഗുരുവായൂർ നഗരസഭയ്ക്കാണ്. അപ്പോൾ പാലക്കാട് ഇതുണ്ട്, ഇതിനെ ഇരട്ടി പൈസ പാലക്കാട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു പ്രൊജക്റ്റ് ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. BJP അല്ലേ ഇവിടെ ഭരിക്കുന്നത്. ഇവരിവിടെ വലിയ അഭിമാനത്തിലൊക്കെ ഞങ്ങളുടെ പ്രൊജക്റ്റാണെന്ന് പറയുന്നുണ്ട്. ഇത് വലിയ എല്ലാ മേഖലയിലൊന്നുമില്ല, ചില മേഖലയിലേ ഉള്ളൂ. ഇപ്പോൾ പ്രസാദം പദ്ധതി എന്ന് പറഞ്ഞു 2 ഫെസിലിറ്റേഷൻ സെൻ്ററാണ്. 100 കോടി രൂപ ഇവർ കൊടുത്തു എന്നാണ് പറയുന്നത്. ശുദ്ധ അസംബന്ധം പറയാണ്. ഇവിടെ കൊടുത്ത 2 ഫെസിലിറ്റേഷൻ സെൻ്റർ, അത് 2 പൂർത്തിയാക്കിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അതൊന്നും വലിയൊരു സംഭവമല്ല. ഒരു ഫെസിലിറ്റേഷൻ സെൻ്റർ എന്ന് പറഞ്ഞാൽ ഒരു ആളുകൾക്ക് വന്നിട്ട് മൂത്രപേരെയും അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ ആവശ്യമായ സൗകര്യം, അത് ഏറ്റവും ആധുനികമായ രീതിയിൽ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു പ്ലാൻ ഉണ്ടാക്കാൻ കഴിയുന്നത് ഈ നഗരസഭക്കാരനാണ്. ഇപ്പോൾ ഇതൊക്കെ ഭംഗിയായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഭാവനാത്മകമായിട്ടുള്ളൊരു ഭരണസമിതി അത് എങ്ങനെ കൈകാര്യം ചെയ്യാം? സത്യം പറഞ്ഞാൽ ഏറ്റവും സുശക്തമായ ഒരു സാമ്പത്തിക സാഹചര്യം ഉണ്ടായിരുന്ന നഗരസഭയാണ് ഗുരുവായൂർ നഗരസഭ. പല ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്യാൻ ഇവിടെ വന്നിരുന്നത്. കാരണം എന്താ? അവരുടെ റിട്ടയർമെൻറ്റ് കാലത്ത് ആനുകൂല്യങ്ങളൊക്കെ വേഗം കിട്ടുന്ന ഒരു നഗരസഭയാണ്. ഫിനാൻഷ്യലി വലിയ സൗണ്ടഡ് ആണ്. ഇപ്പോൾ നമ്മുടെ വരുമാനം കുറവ്, ഇത്തരത്തിലുള്ള മാച്ചിങ് ഫണ്ട് കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പോൾ നമ്മൾ ആധുനികമായൊരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുക, ഏഷ്യയിലെ തന്നെ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ബസ് സ്റ്റാൻഡാണ്. അതിന് വലിയ വായ്പ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് വേറെ ഫണ്ടിൽ നിന്ന് വകയിരുത്താൻ പറ്റുന്നില്ല. അത്രയ്ക്ക് വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് എത്തിക്കുകയാണ് പലപ്പോഴും ഈ സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുന്നത്. എന്നാൽ ന്യായമായും ചെയ്യേണ്ട ചില കാര്യമുണ്ട്. ഒരു തീർത്ഥാടന നഗരം, അതിനെന്താ ചെയ്യുക? ഒരു പാക്കേജ്. ആ പാക്കേജ് എന്താ? ഇവിടെ ഉണ്ടാകുന്ന പ്രൊജക്റ്റുകൾക്കാണ് പണം കൊടുക്കേണ്ടത്, അല്ലാണ്ട് നോംസ് ആൻഡ് കണ്ടീഷൻ വെച്ചിട്ടല്ല പണം കൊടുക്കേണ്ടത്. പ്രൊജക്റ്റിന് പണം കൊടുക്കുന്നുണ്ടോ? ഇല്ല. 2 തവണ പ്രധാനമന്ത്രി ഇവിടെ വന്നു പോയി. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ പാക്കേജ് തരണം എന്നാണ്. ദേവസ്വം ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഒരു ഘട്ടത്തിലും അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുക എന്നല്ലാതെ അതിനോട് അനുഭാവപൂർവമായ ഒരു സമീപനം സ്വീകരിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് അല്ല. ഹിന്ദു ക്ഷേത്രം, ഹിന്ദു നഗരം, ഹിന്ദുവിൻ്റെ പേര് പറയുന്നുണ്ട്. ഹിന്ദുവിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഹിന്ദുക്കളെ എല്ലാം ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് ഇന്ത്യയിലെമ്പാടും സ്വീകരിക്കുന്നത്. വിശേഷിച്ച് ഗുരുവായൂരിൽ ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂരിൻ്റെ ദേവസ്ഥത്തിൻ്റെ ഒരു വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ലല്ലോ. എല്ലാറ്റിനും അടങ്കോലിടുകയല്ലേ, എല്ലാ പ്രശ്നവും ആക്കുകയല്ലേ. ഒരു ആശുപത്രി ആയാലും ഒരു ഫയർ സ്റ്റേഷൻ ഗുരുവായൂരിൻ്റെ ആവശ്യമാണ്. ഗുരുവായൂരിന് ഫയർ സ്റ്റേഷന് ഗുരുവായൂർ അമ്പലത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അത് ഏറ്റവും അടുത്ത് വേണം എന്നുള്ളതാണ്. അതിനൊരു സ്ഥലം കൊടുക്കാതെ അതിനെ എതിർക്കുകയാണ്. ഒരു റോഡിനൊരു സ്ഥലം നിശ്ചയിക്കാതെ അതിനെ എതിർക്കുകയാണ്. സ്കൂൾ വികസനത്തിന് വേണ്ടി പണം വെച്ചാൽ അതിനെ എതിർക്കുകയാണ്. ഇതൊക്കെ അല്ലെങ്കിൽ ആശുപത്രി വികസനം, ഇപ്പോൾ ഇവിടെ ഭക്തർക്കുള്ള പ്രശ്നം വരിക, ഗുരുവായൂർ ആശുപത്രി ഡെവലപ്പ് ചെയ്യണം, അതിനുവേണ്ടി ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയാൽ അതിനെ പണം ഉപയോഗിക്കാൻ പാടില്ല, അതിങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ എല്ലാറ്റിലെയും കമ്മ്യൂണലായി ഇതിലൊക്കെ പൊളിറ്റിക്സ് കൊണ്ടുവരികയാണ്.
ഇതൊക്കെ സ്വതന്ത്രമായി നടക്കേണ്ട കാര്യം. ഈവൻ ഗുരുവായൂർ അമ്പലത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ പോലും അതിന് പോലും ഇടപെടുകയാണ്. ഭരണസമിതി പോലും ഇടപെടുന്നില്ല, തന്ത്രിയാണ് അതൊക്കെ ചെയ്യേണ്ടത്. അതിന് പോലും കോടതി ഇടപെടുന്ന സാഹചര്യം ഉണ്ടാക്കിയതാരാ? എങ്ങനെയാണ് അത് വന്നത്? എങ്ങനെയാണ് വിധി വന്നത്? ഇതിലൊക്കെ ചില കമ്മ്യൂണൽ പൊളിറ്റിക്സ് കൊണ്ടുവന്ന് ഗുരുവായൂരിൻ്റെ ഒരു അന്തരീക്ഷത്തെ മലീമസമാക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരു ഹിന്ദു വിരുദ്ധ സമീപനം സ്വീകരിക്കുകയാണ്. ഹിന്ദുത്വ രാഷ്ട്രീയവും ഹിന്ദു മതവും ഒന്നാണെന്ന് ധരിച്ചു പോകരുത്. ഈ ഹിന്ദു മതത്തിൻ്റെ ശരിയായ രീതിയിലുള്ള മുന്നോട്ട് പോക്കിന് തടസ്സമാണ് ഹിന്ദുത്വ രാഷ്ട്രീയം. ആ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ഇന്ന് ഗുരുവായൂരിൻ്റെ ശാപം. അതിന് കുറച്ച് സ്വാധീനം, അതിന് ചില ഒരു വാർഡിലെങ്കിലും അതിന് ജയിക്കാൻ കഴിഞ്ഞോ, അത്രയും ശാപമാണെന്ന് ഗുരുവായൂരിനുള്ളത്. ഗുരുവായൂരിൻ്റെ എല്ലാ ഡെവലപ്മെൻറ്റിനെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ കമ്മ്യൂണൽ പൊളിറ്റിക്സ് കൊണ്ടുവരുന്ന ഇവരാണ്. കുറേ കൂടിയും വിലാപറേറ്റ് ചെയ്ത ഒരു സെക്കുലർ പൊളിറ്റിക്സാണ്, അല്ലെങ്കിൽ ഒരു സെക്കുലർ മനോഭാവമാണ് ഗുരുവായൂരിന് വേണ്ടത്. എല്ലാവരും ഒരുമിച്ച് കണ്ട് അവരുടെയൊക്കെ കാഴ്ചപ്പാടുകൾ, ഭാവന, അവരുടെയൊക്കെ സഹായങ്ങൾ, ഇതിനെല്ലാം കൂട്ടിയോജിപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ഇതിൽ. ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമല്ല, സ്വകാര്യ പണം അല്ല, മറ്റേ സർക്കാർ പണം മാത്രമല്ല. ഇനി എങ്ങനെയാണ് സ്വകാര്യ പണം? ഞങ്ങളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പ്രകടനപത്രികയിൽ CSR സമിറ്റ്, എങ്ങനെയാണ് കോപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുക? ഗുരുവായൂർ പോലുള്ള നഗരമാണ്. ഗുരുവായൂരിലൊക്കെ തരാൻ സന്നദ്ധരായിട്ടുള്ള ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികളുണ്ട്. അവർക്ക് അവരുടെ ലാഭത്തിൻ്റെ 2% ഇതിന് ചിലവാക്കണം എന്നുള്ളത് ഇപ്പോൾ നിയമമാണ്. ആ നിയമം അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടാക്കി ദേവസ്വം ഇതൊക്കെ ഒരു CSR സമിറ്റ് നടത്തി എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുകയാണ്. അതാണ് ഒരു ഭാവന. ഇത് മാത്രം നമ്മൾ കാഴ്ചപ്പെടുന്നത് ഇവിടെ ഒരു നെക്സ്റ്റ് ജനറേഷൻ എങ്ങനെയാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഉദാഹരണം, ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി, ഫുട്ബോൾ ഗ്രൗണ്ട്, അതേപോലെ ഇടാനില്ല. ഇനി അടുത്തൊരു സോക്കർ സ്കൂളാണ് അവിടെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. വാർഡ് വിഭജനത്തിനെതിരെ LDFിലെ തന്നെ ഒരു കമ്മിറ്റി സെക്രട്ടറി KP വിനോദ് നേരിട്ട് കോടതിയെ സമീപിച്ചു. അത് ശരിക്കും പരാജയം ഭയന്ന് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അങ്ങനെയാണ്, അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അത് ശുദ്ധാസമയത്തല്ലേ, ആർക്കിനെ കുറിച്ച് വിവരമില്ല എന്നുള്ളതാണ് പ്രശ്നം. വാർഡ് വിഭജനം സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷനായാലും ഇതിനെ സംബന്ധിച്ചൊരു പ്രശ്നമില്ല. അതെന്താ വെച്ചാൽ വാർഡ് വിഭജനത്തിനെ സംബന്ധിച്ച് മുനിസിപ്പൽ ആക്ടിൽ പറയുന്നത് കൃത്യമായിട്ട് പറയുന്നത് പരമാവധി തുല്യമായ ജനസംഖ്യ വരുന്നതാണ്. ഇവിടെ അതല്ല സംഭവിച്ചത്. അതാണ് ഞങ്ങൾ കോടതിയിൽ പോയി. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കോടതിയിൽ പോകുന്നതാണ് ആലോചിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ ജയിച്ചാലും കോടതിയിൽ പോകും. കാരണം ഈ വാർഡ് ഈ അടുത്ത പ്രാവശ്യം ഉണ്ടാവാൻ പാടില്ല. കാരണം എന്താ, ഇവിടെ ഇപ്പോൾ 2500 വരെ ജനങ്ങളുള്ള വാർഡുണ്ട്. ഗുരുവായൂർ അമ്പലത്തിന്റെ അവിടെയുള്ള 350 പേരാണ്. അവിടെ വോട്ട് ചെയ്യാൻ പോണത് 500 പേരാണ്. ഇവിടെ എന്താ സംഭവിക്കുക? നമ്മൾ ഡെവലപ്മെന്റ് വരുമ്പോൾ സത്യത്തിൽ ഈ ഡെവലപ്മെന്റ് വാർഡ് ബേസാണ് ഡെവലപ്മെന്റ് നടക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ ഒരു 10 ലക്ഷം രൂപ വാങ്ങിയിരിക്കും 5 വാർഡുകൾക്ക്. സ്വാഭാവികമായിട്ട് ഓരോ വാർഡിന് 2 ലക്ഷം രൂപ വെച്ച് കിട്ടും. ഇവിടെ 500 പേരുള്ള വാർഡിനും 2 ലക്ഷം രൂപ കിട്ടുന്നു. 2200 പേരുള്ള വാർഡിനും 2 ലക്ഷം രൂപ വരുന്നു. എന്തുണ്ടാവും? ന്യായമായി ഡെവലപ്മെന്റ് നടക്കേണ്ട വാർഡിൽ ഒന്നും നടക്കാതെ വരിക. ഡെവലപ്മെന്റ് ചിലപ്പോൾ സാച്ചുറേറ്റഡ് പോയിന്റിൽ എത്തിക്കുന്ന സ്ഥലമായിരിക്കും. റോഡല്ല അവിടെ ആവശ്യം ഉണ്ടാവില്ല. അവിടെ ഇത് ഒരു അസന്തുലിതമായ വികസനം ഉണ്ടാകും. അതാണ് ഞങ്ങളെ സംബന്ധിച്ച്. അല്ലാണ്ട് വാർഡ് രാജ്യത്തേക്ക് പിടിക്കുന്നുള്ളതല്ല പ്രശ്നം. അസന്തുലിതമായ വികസനം ഉണ്ടാവും. അത് ഗുരുവായൂരിലെ ഞങ്ങളുടെ അധികാരത്തിൽ വന്നാൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് ചെയ്യണം? പരമാവധി ജനസംഖ്യ തുല്യമാക്കിയിട്ടുള്ള വാർഡുകൾ, അതാണ് വേണ്ടത്. അപ്പൊ എന്താ ചെയ്യാം? നമുക്ക് വിഭവങ്ങളെ സന്തുലിതമായും തതുല്യമായും എന്ത് ചെയ്യാം? വിഭജിക്കാൻ പറ്റും. ഇപ്പൊ അത് പറ്റുന്നില്ല. കുറച്ചും കൂടി ഗുരുവായൂരിന്റെ സിറ്റിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന പ്രദേശത്ത് ന്യായമായി വരേണ്ട ഡെവലപ്മെന്റ് ഇപ്പൊ തന്നെ വരുന്നില്ല. ഇത്തവണ 17 വിഭജനമുണ്ട് പാർട്ടിക്ക്. CPI ലോക്കൽ കമ്മിറ്റി തന്നെ വൈസ് ചെയർപേഴ്സണായിട്ടുള്ള അന്വേഷണ ശ്രമത്തിനെതിരെ മത്സരിക്കുന്നുണ്ട്. അതുപോലെ 17 വാർഡില് സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നത് മുൻ വൈസ് ചെയർമാനാണ്. പിന്നെ ഒരുപാട് വാർഡുകളിൽ, പിന്നെ അതുപോലെ തന്നെ മുൻപ് 2 വാർഡില് LDFിന്റെ കൗൺസിലർ ആയിരുന്ന 2 വനിതാ നേതാക്കൾ ഇത്തവണ UDFിന്റെ പാനലിലാണ് മത്സരിക്കുന്നത്. ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ചെറിയ സംഘർഷം കാണുന്നു. എന്തുകൊണ്ടായിരിക്കും? ഇവിടെ നിബന്ധന എന്ന് പറയാവുന്ന അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോ ഇവിടെ അഭിലാഷ് മത്സരിക്കുന്ന അടുത്ത വൈസ് ചെയർമാൻ മത്സരിക്കുന്നത് അയാളുടെ കൂടെ ആരില്ല. അയാൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. അയാൾക്ക് അത് അവരുടെ പാർട്ടി ആൾക്കാർ നടപടിയെടുത്തു. അയാൾ എടുക്കുന്നത് ഇതൊക്കെ അധികാര ദുരമുഖത്തിലുള്ള ചില ആളുകളുടെ ചില സംഭവങ്ങളാണ്. അല്ലാതെ ഇതൊന്നും രാഷ്ട്രീയമായ പിന്തുണയുള്ള ഒരു സംവിധാനമാണ്. അവിടെ അടുത്ത വർഷം ആദ്യം ഒറ്റക്കെട്ടാണെന്ന്, അത് അടുത്ത വർഷം ആദ്യം കൂടി ജയിക്കാൻ കഴിയാവുന്ന ഈ എല്ലാ മത്സരങ്ങളും. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു കൗൺസിലർ ഇപ്പോ അവരും നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്ന് പോയവരാണ്, പാർട്ടിയിൽ പുറത്താക്കിയതാണ്. അവര് BJP പോയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളെങ്കിലും CPM ആവും. അത് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ചു. സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ തുടങ്ങും. അവരിപ്പോ അതൊന്നും വിട്ട് എവിടേക്ക് പോയി? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ അവരൊരിക്കലും
CPM ആയിട്ട് എങ്ങനെ ബന്ധപ്പെടാൻ പറ്റും? 5 വർഷം മുമ്പ് CPM പോയി സ്ഥാനാർത്ഥി തുടർന്ന് ആവാൻ പറ്റാത്തല്ലോ എന്തെങ്കിലും വിഷയമായിരിക്കും, അവർക്ക് എന്താ വിഷയം എന്നറിയില്ല. അവർ CPM പുറത്താക്കി, അവർ ഇലക്ഷൻ പ്രവർത്തനത്തിൽ സജീവമല്ലാത്തതുകൊണ്ട്. ഞങ്ങൾ പുറത്താക്കിയപ്പോൾ അവർ BJP പോയി. BJP പോയിട്ട് വീണ്ടും അവർ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. BJP ആയിരുന്നു അവർ. BJP എന്ന് മാറി കോൺഗ്രസ് ആവുക എന്ന് പറയുന്നതാണ് നല്ലത്. ചക്കകണ്ടം വാർഡിൽ അവർ ഇടതുപക്ഷമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്ന ഒരാളൊന്നായിരുന്നില്ല. അവർ CPIയിലായിട്ടുണ്ടായിരുന്നു. CPI അവർ നടപടിയെടുത്ത് പുറത്താക്കി. പിന്നെ അവർ സ്വന്തമായിട്ട് നിന്നിരുന്നു. ഒരു സ്ഥാനാർത്ഥിയും കിട്ടാണ്ടായ കോൺഗ്രസ് അവരെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അവിടെ ചിഹ്നത്തിലൊന്നുമല്ല മത്സരിക്കുന്നത്, അവർ സ്വതന്ത്രമായിട്ട് മത്സരിക്കൊണ്ട് തെറ്റൊന്നുമില്ല. അവർ ഇടതുപക്ഷമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ഒരാളല്ല. അവരുടെ മകനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളിലൊക്കെ അവരുടെ ഇതൊക്കെ ആളിലൊക്കെ ഞങ്ങളുടെ കൂടെയാണ്, ഞങ്ങളുടെ കൂടെ സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ്. എവിടെയും ഒരു വിമത പ്രശ്നമൊന്നും ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനകത്തില്ല. ഇടതുപക്ഷം ഒറ്റക്കെട്ടാണ്. 7-8 പേരെ ഞങ്ങൾ നിർത്തിയിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടാണ്. അതായത് ഈ മുന്നണിയിലെ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന, സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന ആളുകളാണ് അവർ. എല്ലാ മനുഷ്യർക്കും സ്വീകാര്യരായ ആളാണ്. ഒരു അസ്വാരസ്യവും ഇന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനകത്തില്ല. ഇതൊക്കെ ഉള്ളത് എവിടെയാണ്? UDFിനകത്താണ്. ഒരു DC മെമ്പറാണ്, അവരുടെ ജില്ലാ മെമ്പറാണ് BJPക്ക് എതിരെ മത്സരിച്ച്. ഇന്നലെ അയാളുടെ പ്രസ്താവന ഉണ്ടായിരുന്നു, കുടുംബ ആധിപത്യമാണ് BJP എന്ന് പറഞ്ഞ്. തേലമ്പറ്റ കുടുംബത്തിൽ നിന്ന് 4 പേര് മത്സരിക്കുന്നു. BJPയും കോൺഗ്രസ് അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഒരു വാർഡിൽ ഇറങ്ങുന്നില്ല. ചില BJP കൗൺസിലർമാർ കാൻഡിഡേറ്റ്സ് വർക്കിനില്ല. ചില ആളുകൾ കോൺഗ്രസ് ചിലയിടത്ത് മ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ. കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഉദയന് സീറ്റ് ഉണ്ടായിരുന്നില്ല, ചെയർമാൻ. അയാളെന്തൊരു വലിയ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ജീവിക്കുന്ന പ്രദേശത്തെ വാർഡിൽ മത്സരിക്കാൻ വേണ്ടി അയാളും മണികണ്ഠനും തമ്മിൽ വലിയ യുദ്ധമായിരുന്നു. ഇപ്പോൾ മണികണ്ഠനാണ് അവിടെ മത്സരിക്കുന്നത്. ഉദയൻ മത്സരിക്കുന്നു, ഉദയൻ്റെ പെങ്ങൾ മത്സരിക്കുകയാണ്. കുടുംബം പോലെയാണ്. പഴയ ഗോപാലകൃഷ്ണൻ്റെ മകനായിട്ടുള്ള നിഖിൽ, അയാളിപ്പോൾ എവിടെയാണ്? വലിയ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു. നിശബ്ദനായി വീട്ടിലിരിക്കുകയാണ്. അയാളെ വലിയ രീതിയിൽ കോൺഗ്രസ് ഉപദ്രവിക്കുകയാണ്. കോൺഗ്രസ്സിലുണ്ടായിരുന്ന പലരും ഇന്ന് CPMൻ്റെ കൂടെയാണ്. ഇന്നിപ്പോൾ ഞങ്ങളുടെ പാനലിൽ മത്സരിക്കുന്ന മാധ്യമ പ്രവർത്തകനായ ജനത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ഇടതുപക്ഷമായിട്ട് സഹകരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ നല്ല ചില ചുമതലകൾ നിർവഹിക്കുന്നു. ഏറ്റവും നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുകയാണ്. മലബാർ ദേവസ്വം ബോർഡിന്റെ ഏരിയ കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയിലുള്ള ചുമതല നിശ്ചയിക്കുന്നു. എത്രയോ ജനകീയനായ ഒരു നേതാവാണ്. അയാളെയാണ് കോൺഗ്രസ് ഒരു കാലത്ത് തള്ളിപ്പറഞ്ഞത്. അയാൾ ഇടതുപക്ഷത്തിന്റെ കൂടെയാണ്. അയാൾക്ക് മനസ്സിലായി. ഇപ്പൊ യതീന്ദ്രദാസ് എവിടെയാണ്? ചാവക്കാട് അതേ ഷുവർ വാർഡിലാണ് മത്സരിപ്പിക്കുന്നത്. അത്രയും നല്ല പരിഗണനയാണ് ഈ പാർട്ടി കിട്ടുന്നത്. AT ഹംസ ആരായിരുന്നു ഒരു കാലത്ത്? ഇപ്പം ഞങ്ങളുടെ പാനലിലാണ് മത്സരിക്കുന്നത്. അത് ചുറ്റിക്കാരിവാൾ നക്ഷത്രത്തിൽ മത്സരിക്കുകയാണ് AT ഹംസ. ഇതൊക്കെ ഇല്ല. പൊന്നരാശ്ശേരി പ്രസാദേട്ടൻ അവർ എവിടെയായിരുന്നു? അദ്ദേഹം ഇപ്പം ഞങ്ങളുടെ കൂടെയല്ലേ. ഈ ആളുകളൊക്കെ ഞങ്ങളുടെ കൂടെ വരുന്നു, ഞങ്ങളുടെ കൂടെ ഉറച്ചു നിൽക്കുന്നതാണ്. ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ ഈ കാലുമാറ്റം. ഈ ഉദയൻ എവിടെയായിരുന്നു പണ്ട്? ഉദയൻ ഒരു കാലത്ത് ഡിക്കായിട്ട് ഞങ്ങളുടെ കൂടെ വന്നതല്ലേ, ഇപ്പം തിരിച്ചു പോയതല്ലേ. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാലി ചാടുന്ന ആളുകളാണ് ഇവരിലെ ചില ആളുകൾ. അതേപോലെ എല്ലാ ആളുകളെയും കാണരുത്. ഞങ്ങളുടെ പാർട്ടിയിലൊന്നും അങ്ങനത്തെ പ്രശ്നമില്ല. ഇവരുടെ ഏത് കാലത്തും ഇവരുടെ ഇടയിൽ വിമതപ്രശ്നം ഉണ്ടായിട്ടില്ലേ? ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. മുമ്പേ ഒരു ഭാഗം കോൺഗ്രസ്സുകാർ ഇടതുപക്ഷമായിട്ട് ചേരാൻ വന്നിട്ടില്ലേ? 2ഓ 3ഓ തെരഞ്ഞെടുപ്പിലുണ്ടായ സംഭവമാണ്. അതിൻ്റെ ഇപ്പോൾ ചെയർമാനായിട്ടുള്ള ഉദയൻ ടീമും അങ്ങനെ വന്നവരാണ്. അങ്ങനെ ഇവരൊക്കെ കാലം മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ആളുകളാണ്. അതാണ് പ്രശ്നം. ഇപ്പോൾ വന്നു, വീണ്ടും അങ്ങോട്ട് പോയി, വീണ്ടും അവിടെ നിന്നു, അങ്ങനെ നിന്നു. അതേപോലെയല്ല, ഉറച്ച നിലപാടുള്ളവരുണ്ട്. അവർ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. ഗുരുവായൂരിൻ്റെ ഭാവി അതൊരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. എന്തായാലും ഇനി തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. തിരഞ്ഞെടുപ്പ് ദിവസങ്ങൾ അടുത്തു വരുന്ന ഈ സമയത്ത് ഗുരുവായൂരിൻ്റെ രാഷ്ട്രീയ നടപ്പാതയിൽ ജനങ്ങളുടെ ശബ്ദം വീണ്ടും ചരിത്രം എഴുതാൻ ഒരുങ്ങുന്നു. നന്ദി.